നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. വെറൈറ്റി റെസിപ്പി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി ചെയ്യുന്നത് റൈസ് വെച്ചിട്ടല്ല, ബസ്മതി റൈസ്, ബിരിയാണി റൈസ് ഒന്നും വെച്ചിട്ടല്ല. നമ്മൾ ഈ ബിരിയാണി ചെയ്യുന്നത് റവ വെച്ചിട്ടാണ്. പക്ഷെ എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് റവയാണെന്ന് തോന്നുന്നില്ല. കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സാധാരണ ബിരിയാണിയുടെ അതേ ടേസ്റ്റിലാണ് ചെയ്യുന്നത്. റവയാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കി എടുക്കുമ്പോൾ. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഉണ്ടാക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ മാത്രം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് ആ വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആ വീഡിയോ കാണുക, എന്നിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ അല്ല, ബിരിയാണി എങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് വരാം. റവ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ള റവയാട്ടോ ഇത് 2 കപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വറുത്തെടുക്കേണ്ടതാണ്. ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് പൊന്നിയരി. ഇത് നിങ്ങൾക്ക് ചോറ് വെക്കാൻ പച്ചരിയല്ല, ചോറ് വെക്കുന്ന പുഴുങ്ങലരി ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഈ വെള്ള റവയ്ക്ക് പകരം ഈ റവയില്ലേ, ബ്രൗൺ റവ, ഈ റവയാണ് കുറച്ചും കൂടി ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ഈ റവയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ഭയങ്കര ഡള്ളായിട്ടിരിക്കും. ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ വീഡിയോയിലൊന്നും കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഓർക്കും അത് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് പറയുന്നത് ഈ റവയാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ലുക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ള റവയാണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സെയിം, ബാക്കി എല്ലാ മെത്തേഡും സെയിം തന്നെ, ഇൻഗ്രീഡിയൻസും സെയിം തന്നെ, എല്ലാം സെയിം ആയിട്ട് തന്നെ, റവ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ബിരിയാണി ആണല്ലോ. അപ്പം അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനായത് തീരെ ചെറിയ പീസുകളായിട്ടാണ് ഇത് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ നമുക്ക് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, ആവശ്യത്തിന് ഉപ്പ്. അരമണിക്കൂർ നമുക്കിത് വെച്ചേക്കാം. അതിനുശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. റവയും ആ എടുത്ത് വെച്ചിരുന്ന 1/4 കപ്പ് അരിയും കൂടി വറുക്കണം. ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. നമ്മുടെ സാധാരണ അരിയിൽ ചെയ്യുന്ന ബിരിയാണി പോലെയല്ല ഇത്. നമ്മൾ റവയിൽ ചെയ്യുമ്പോൾ റവയ്ക്കൊരു ഒട്ടലുണ്ടാവും. ആ ഒട്ടൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരി ചേർത്ത് കൊടുക്കുന്നത്. അരി നല്ലോണം വറുത്തു. ഇത്രയും വറുത്താൽ മതി കേട്ടോ. ഇനിയും വറുത്ത കരിഞ്ഞു പോകും. ഇനി നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. റവ വറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന റവ റോസ്റ്റഡ് റവ അല്ലെങ്കിൽ ഡബിൾ റോസ്റ്റഡ് റവ എന്നൊക്കെ പറഞ്ഞ് പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അത് റോസ്റ്റ് ചെയ്താണെങ്കിലും ഡബിൾ റോസ്റ്റ് ചെയ്താണെങ്കിലും ബിരിയാണിക്ക് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒട്ടും കരിയാതെ പതുക്കെ വറുത്തെടുക്കണം. തിരക്ക് വയ്ക്കില്ല. തിരക്ക് വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. ഫ്രൈ ആയിട്ടുണ്ട്. ഉപ്പുമാവിന് നമ്മൾ വറുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലോണം ഫ്രൈ ആവണം. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇത് കുറച്ചെടുത്ത് വായിലിട്ട് കടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒട്ടും ഒട്ടാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകും. അതാണ് നല്ലോണം ഫ്രൈ ആയതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലിൽ കുറച്ച് ബാക്കി വരുന്ന ഓയിലിൽ വേണം നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നല്ലോണം ഫ്രൈ ആയി. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി എണ്ണയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സവോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് 2 സവോളയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്.
സവോള ഇങ്ങനെ ഒന്ന് വാടി നല്ലോണം ഒന്ന് വഴന്നു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തക്കാളി, ഇത് ചെറിയ തക്കാളി അതുകൊണ്ട് 3 എണ്ണം ഉണ്ട്. കുറച്ച് വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ 2 തക്കാളി മതി കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തത് ഇതുപോലെ വെന്ത് നല്ലോണം കുഴയണം. ഇത് വേഗാതെ ഇങ്ങനെ കിടക്കരുത്. ശരിക്കും അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ട മസാല ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, ചതച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു പിടി കൊത്തമല്ലിയില ചതച്ചത്, ഒരു പിടി എടുക്കുക, അല്ലെങ്കിൽ ചതച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഫുള്ളായാലും മതി കേട്ടോ. മല്ലിയിലയുടെ അതേ അളവ് പുതിനയില, അത് 1 പിടി ചതച്ചത്, അല്ലെങ്കിൽ 1 പിടി പുതിനയില ചതച്ചത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചതച്ച പുതിനയില. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണം, ഈ മസാലയുടെ ഒരു പച്ച മണം പോയിട്ട് നല്ലൊരു മണം വരും, ഫ്രൈ ആയ ഒരു മണം വരും. അപ്പോൾ വേണം ബാക്കി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാൻ. തീ കൂട്ടി വയ്ക്കല്ലേ, കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയി ഏകദേശം. നമ്മുടെ ഈ മസാലയൊക്കെ നല്ലോണം ഫ്രൈ ആയി, പച്ചമണമൊക്കെ പോയി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അതും പൊടിച്ച്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇത്ര നേരം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്രയും മതി. നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. റവ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡിയായി. ഇനി നമുക്ക് റവ റെഡിയാക്കണം. ഈ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയ ചിക്കനാണ്, അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നിയത്. ഇതിൻ്റെ അകത്ത് ഗ്രേവിയിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം കൂടി പിടിച്ച് കഴിയുമ്പം അതൊന്ന് നല്ല സോഫ്റ്റ് ആയിക്കോളും. കുക്കറൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനത്തെ ഒരു തുറന്ന പാത്രത്തിൽ മതി. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് നെയ്യ് ഒന്ന് ചൂടായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സവോള നൈസായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് വറുത്തെടുത്ത് വെക്കണം. ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി മതി, നൈസായിട്ട് കട്ട് ചെയ്ത്. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി. ഇനി അതും എടുത്ത് വെക്കാം. അതിനുശേഷം 2 ഏലക്ക, 1 ഗ്രാമ്പു, ഒരു കുഞ്ഞു കഷ്ണം ഇല, ബേ ലീവ്സ്,
നേരത്തെ വറുക്കാനെടുത്ത അര സവോളയുടെ ബാക്കി ഉണ്ടായിരുന്ന പകുതി സവോള ഞാൻ ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് 2 ഏലക്കയുണ്ട്, ഒരു ഗ്രാമ്പുണ്ട്, ഒരു പീസ് ഇലയുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ബേലിട്ടോ. ഇത് ഒത്തിരി നേരം ഫ്രൈ ആവണ്ട, എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് ഒന്ന് വാടി വന്നാൽ മതി. 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം. ഈ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ റവയും ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് കട്ട കട്ടരുത് കേട്ടോ, പതുക്കെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഒഴിച്ച് ഇതുപോലെ കലക്കി കഴിയുമ്പം, ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം റവ വെന്തിട്ടില്ല, വെള്ളം കുറവാന്ന് തോന്നും. അത് കുറവൊന്നുമല്ല. നമ്മൾ സിമ്മിലാക്കിയിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം വേണം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാൻ. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതിൽ വെള്ളം കൂടിപ്പോയാൽ ഒട്ടിപ്പിടിക്കും. റവ വറുക്കുമ്പോൾ നന്നായിട്ട് വറുത്തിട്ടില്ലെങ്കിലും ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ കറക്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റായി, ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നും ഇപ്പം വേകാത്തതായിട്ട് കിടപ്പില്ല, എല്ലാം നന്നായിട്ട് വെന്തു. അരി നമ്മൾ കുറച്ച് വറുത്തിട്ട് കൊടുത്തത് ഇതൊന്ന് ഒട്ടൽ കുറയുകയും ചെയ്യും. പിന്നെ എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. നമ്മുടെ റവ നല്ലോണം ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അരിയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തിട്ട് കൊടുത്തത്. അപ്പം നമ്മുടെ റവ ബിരിയാണി റെഡിയായി, മസാലയും റെഡിയായി, റവയും റെഡിയായി. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് അടിയൊന്നും പിടിച്ചിട്ടില്ല, കാണുന്നുണ്ടോ? ഇതാ ഇതുണ്ടോ. ഒന്നും കൂടി പറയാണ്, ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റവ വറക്കുമ്പം നന്നായിട്ട് വറക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പം ഡബിൾ വെള്ളം ചേർക്കേണ്ടത്. 1 കപ്പ് റവയ്ക്കാണെങ്കിൽ 1 കപ്പ് വെള്ളം. പിന്നെ അത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വേകാത്ത പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വെള്ളം ഒഴിക്കരുത്. 1 മിനിറ്റ് സിമ്മിൽ വെച്ചതിന് ശേഷം മൂടി വെക്കണം. ടൈറ്റുള്ളൊരു മൂടിയാണെങ്കിൽ കുഴപ്പമില്ല. മൂടി വെച്ചതിന് ശേഷം 4-5 മിനിറ്റ് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കുറച്ച് നെയ്യും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കമത്തി എടുക്കുമ്പം അല്ലെങ്കിൽ ചിലപ്പം വിട്ടു പോരില്ല.
ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കമത്തിയെടുക്കാം.